ഞാനിപ്പോൾ നമ്മുടെ തിരൂർ വെട്ടം ആൽശ്ശേരി തീണ്ടാമ്പടിയിലാണ് കേട്ടോ. ഞാനൊരു ചെറിയൊരു ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു ഫാമിലാണ്, നമ്മളൊരു ചെറിയ ആവശ്യത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളിമ്പടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ തീണ്ടാമ്പടി റസാക്കാക്കാൻ്റെ ഫാമാണ്. ഒരു പ്രത്യേക ഫാമിന് ഇതിൻ്റേതായിട്ടുള്ള കുറേ ഒരു കാര്യങ്ങൾ, ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. കാരണം ഇവിടെയുള്ള പശുക്കളാണെങ്കിലും ഒക്കെ നമ്മൾ നാടൻ പശുക്കളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഫാമൊക്കെ. ഇപ്പോൾ ഇവിടെ നാടൻ പശുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഒരു ഫാമാണ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തിയാലോ? അപ്പോൾ ഫാമിൻ്റേതായിട്ടുള്ള വിശേഷങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് റസാക്കാക്കാനോടൊന്ന് ചോദിച്ചറിഞ്ഞാലാ അല്ലേ, ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് വരും. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഫാമിൻ്റെ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഫാമിൻ്റേതായിട്ടുള്ള ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഈ ഫാം ഇവിടെ ഉണ്ട് എന്നറിയുന്നത്. അത് നമ്മുടെ അടുത്ത് തന്നെ അല്ലേ, വെട്ടം തീണ്ടാപ്പടി അല്ലേ. നല്ല പ്രകൃതിയോട് ഭയങ്കര ഇണങ്ങിയിട്ടുള്ള പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ, ഭയങ്കര സാധനം വളർത്താൻ പറ്റിയ അന്തരീക്ഷമാണ്. അതെ, ഭയങ്കര രസമായിട്ടുണ്ട്. പുൽകൃഷിയാണെങ്കിൽ പുൽകൃഷി ഉണ്ടാക്കാം, അതേപോലെ താറാവ്, കോഴി. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കോഴിയുണ്ട്, കോഴി ബ്രോയിലർ കോഴി നമ്മളല്ല, നമ്മൾ അസർപ്പാക്ക നടത്തുന്നതാണ്. വേറെ ആള് അസർപ്പാക്ക അല്ലേ, അസർപ്പാക്ക നടത്തുന്ന ഫാമാണ്. ഇതിപ്പോൾ റസാക്കാക്കൻ്റെ മാത്രം ഇതാണോ? അല്ലല്ല, ഞാനും രണ്ട് കൂട്ടുകാരും കൂടെ ചെയ്യുന്ന സംരംഭം. കൂടുതലായത് ഫാം തുടങ്ങിയിട്ട് ഇവിടെ ഒരു 8 മാസം കഴിഞ്ഞു. 8 മാസമായിട്ടുള്ളൂ. ഓക്കെ. ഇവിടെ ഞാനിപ്പോൾ ഈ ഫാമിൽ വന്നപ്പോഴേ നമ്മൾ പശുക്കളെ കണ്ടപ്പോൾ നമ്മൾ നാടൻ, നമ്മൾ വീടുകളിലൊന്നും കാണുന്ന പശുക്കളെ ഇതിൽ കാണുന്നില്ല. ഇതൊന്നും നാടൻ ഇല്ല ഇതിലുള്ളത്. ഗീർ, സഹിവാള്, അതേപോലെ ടാർ പാർക്കർ, പിന്നെ HF, ജേഴ്സി ക്രോസ്, അങ്ങനെ ഫുള്ള് അത്രയും പശുക്കൾ എൻ്റെ ഈ വെറൈറ്റി അല്ലേ. ഞാൻ 24 പശുക്കളും 6 കുട്ടികളും. ഇതിൽ ചിലതിന് ഞാൻ നമ്മുടെ ഇന്ത്യക്ക് തന്നെ പുറത്തുനിന്ന് കാണുന്നല്ലോ, വീഡിയോസിലൊക്കെ കാണുന്ന പശുക്കളൊക്കെ HF പശുക്കളാണ്. അപ്പോൾ ഇതിപ്പോ ഏകദേശം എത്ര പശുക്കൾ ഉണ്ടാവും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ 24 പശുക്കളുണ്ട്. 24, അതേപോലെ 6 കുട്ടികളുണ്ട്. 6 കുട്ടികൾ ടോട്ടൽ. നമ്മള് പ്രഗ്നന്റ് ആയവര് വലിയ കുട്ടികളെ ഇങ്ങോട്ട് മാറ്റും അല്ലേ. ഇതൊരു പ്രത്യേക സംവിധാനമാണ്. അവർ കറവുള്ളവരും ചെറിയ കുട്ടികളും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതിലുള്ള എല്ലാ പശുക്കളും കറവുള്ള പശുക്കൾ. ഇപ്പോൾ ഈ ഫാമിന്റെ മെയിനായിട്ട് എന്താണത്? പാല് മാത്രമാണോ അതോ? പാലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സെയിലുണ്ടോ? സെയിലുണ്ട്. ലോക്കൽ സെയിലല്ല, മൊത്തം ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള പാലിന്റെ ഹോസ്പിറ്റലാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത്. ഹോസ്പിറ്റലുകളാണ് എനിക്ക് ഓർഡർ മൊത്തമായിട്ട് ഇങ്ങനെ കൊടുക്കും. 25 ലിറ്റർ 50 ലിറ്റർ അങ്ങനെ. അല്ലാതെ നമ്മളിങ്ങനെ വീടുകളിൽ അങ്ങനെ ലോക്കൽ സെയിലേറ്റ് അത് വലിയൊരു പാടാണ്. ഇനിയിപ്പോൾ അതിനൊരാളെ വെക്കണം, അവർക്ക് ശമ്പളം വേണം. അപ്പം അതിലും നല്ല നമുക്ക് ഓർഡറാണ്. ഞാനിപ്പോൾ ERC ഹോസ്പിറ്റൽ വെട്ടത്തിലാണ്. അപ്പോൾ അത് അവിടെ കൊടുത്ത പാൽ അവിടെ പോകുന്നുണ്ട്. അതേപോലെ മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ സംവിധാനത്തിലൂടെ രോഗികൾക്ക് കെമിക്കൽ ഇല്ലാത്തൊരു പാലാണ്, ഒറിജിനൽ നാച്ചുറൽ സാധനം. ഈ സാധനം ഇട്ടിട്ട് ഈ സാധനങ്ങളാണ് എന്റെ തീറ്റ കണ്ടില്ല. അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. ഇതിപ്പോ കൈതല്ലേ, പൈനാപ്പിൾ ഹാർവെസ്റ്റ് കഴിഞ്ഞ പൈനാപ്പിൾ 3 വർഷം കഴിഞ്ഞാൽ പൈനാപ്പിൾ അതിന്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള അതിന്റെ തൈയാണ് അല്ലേ, അതാണ് കൊടുക്കാറ്. ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട്, ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് 8 മാസമായിട്ട്, പക്ഷെ വർഷങ്ങളായിട്ട് ഫാം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ആളല്ലേ. അല്ല, ഇത് ആദ്യം തന്നെ ഇത് കൊടുത്തോണ്ടിരുന്നിരുന്ന ഇത് ഞാൻ പൊതുവെ നമ്മൾ ആദ്യം ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇത് തന്നെ കൊടുക്കാറ്. അല്ലേ, ഇത് തന്നെയാണ് കൊടുക്കാറ്. നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. വൈക്കോല് വളരെ അപൂർവമായിട്ട് കൊടുക്കും. വൈക്കോല് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ പശുക്കളെ വയറിന്റെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ മാത്രമേ വൈക്കോല് കൊടുക്കുള്ളൂ. അല്ലാതെ ഞാൻ പുല്ലും ഉള്ള സമയത്ത് കൊടുക്കും. ഇല്ലെങ്കിൽ പുല്ലിനൊന്നും അത്ര ഡിപ്പെൻഡ് ചെയ്യാറില്ല ഞാൻ. മെയിനായിട്ട് തന്നെ അല്ലേ.
ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. കാരണം അല്ലേ അതൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഡിസ്ട്രിക്റ്റിൽ വളരെ കാരണം നമ്മുടെ ആൾക്കാർ കൊടുക്കുന്ന മലപ്പുറം ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു ഇത് എന്താണ് ഫാമില് നമുക്ക് പശുക്കൾക്കുള്ള തീറ്റ. ഇത് നമ്മൾ എവിടുന്ന എത്തിക്കണിക്ക? ഇത് ഈരാറ്റുപേട്ട കോട്ടയം. കോട്ടയം. അത് നമുക്ക് കുറെ ദിവസങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അത് ഇത് കേടൊന്നും വരില്ല. കേടൊന്നും വരില്ല അല്ലേ? കേടൊന്നും വരില്ല. ഒരു 10 ദിവസം എന്തായാലും ഇരിക്കും. അപ്പോൾ കഴിയണതിനനുസരിച്ച് വീണ്ടും നമ്മളിങ്ങനെ ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഓർഡർ ചെയ്യും. അപ്പോൾ അവരുടെ ഓർഡർ കയറ്റി കൊടുക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പേയ്മെന്റ് അടച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. ഇവിടെ പശുക്കൾ സെയിലുണ്ടൊക്കെ? പശുക്കൾ സെയിലുണ്ട്. സെയിലുണ്ടോ? പശു ഇപ്പം നമ്മൾ ഒരു പശു എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ പോകണ്ടേ. പക്ഷേ ഇവിടെ അത് വേണ്ട. നമ്മൾ തമിഴ്നാട്ടിലൊന്നും കൊടുക്കണം അത്രയും റേറ്റിലല്ല ഇവിടെ പശു കൊടുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കൊടുക്കുന്നതിനെക്കാട്ടും കുറച്ചിട്ടാണ് അല്ലേ? തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മൾ ബുദ്ധിമുട്ടാവണ്ട കേട്ടോ. പശുവിനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും നല്ല ഒന്നാം തരം പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെയൊക്കെ നമ്പർ നമ്മൾ ഇതിലിടുന്നതാണ്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്കിത് മനസ്സിലാക്കുക. കാരണം അതിലും കുറഞ്ഞിട്ടാണ് ഇവിടെ പശുവിനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് നമ്മൾ റസാഖൊക്കെ പറയുന്നത്. എന്തായാലും ഭയങ്കര ഒരു രസമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും അല്ലേ. ഇപ്പോൾ കോഴിൻ്റെ വേറെ ആൾക്കാർ, കോഴിയുണ്ട്. കോഴി വേറെ ആൾക്കാരാണ്. വേറെ ആൾക്കാർ അല്ലേ. പിന്നെ കൃഷിയിലുണ്ടോ? കൃഷിയുണ്ട്. നമുക്കിവിടെ കുറച്ച് കൃഷിയുണ്ട്. ഒരു തണ്ണിമത്തനും. അത് നമ്മൾ തണ്ണിമത്തന് ഈ റംസാന്റെ ഇത് മാത്രം ഇതാക്കിയിട്ട് ചെയ്യുന്നതാണോ? അല്ല, ഒരു 3 മാസം ഒരു ഇതിൽ കൃഷി ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസം വരെ പിന്നെ നമുക്കതിന് വിളവെടുപ്പ്. ഇപ്പോൾ വിളവെടുക്കുന്ന സമയമാണ് അല്ലേ? ഒരു ഏകദേശം ഒരു 3 മാസം വരെ ഉണ്ടാവും വിളവെടുപ്പ് ഉണ്ടാവും. ഓക്കെ. പിന്നെ നമുക്ക് വളത്തിനാണെങ്കിലും വലിയ പ്രയാസമില്ലല്ലേ? ചാണകം ഉണങ്ങിയ ചാണകമുണ്ട്. ചാണകവും ആർക്കും വേണമെങ്കിലും സെയിലാണ്. ചാണകം ഇവിടെ സെയിലുണ്ട്. പച്ച ഉണ്ട്. പച്ച ഇങ്ങനെ പോലെ നിലത്ത് താർപ്പായി ഇരിച്ചിട്ട് അതിലിട്ട് ഉണക്കണ ചാണകമാണ്. അല്ലാതെ മണ്ണിലിട്ട് ഉണക്കണല്ല. അത് കണ്ട അതൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് സംവിധാനം. കാരണം എന്താ വെച്ചാൽ ഒരു മണ്ണിൽ പോയച്ച ചാണകം ആളുകൾക്ക് കൊടുക്കണ്ടല്ലോ. ഇവിടെ നമുക്ക് ചാണകം ഉണങ്ങിയ ചാണകം, ഉണക്ക ചാണകമാണെങ്കിലും പച്ച ചാണകമാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കട്ടോ. കാരണം ഇവിടെ നമ്മൾ ഉണക്കുന്ന തന്നെ റസാഖൊക്കെ പറയുന്ന പോലെ പായൊക്കെ വിരിച്ച് അതിൽ ഇട്ടിട്ടാണ് ഉണക്കുന്നത്. നമ്മൾ മണ്ണിലിട്ടിട്ട് ഉണക്കുന്ന ചാണകമല്ല. അതേപോലെ പച്ച ചാണകവും അല്ലേ ചാക്ക് കണക്കിന് കൊടുക്കുക. ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അതേ കോണ്ടാക്ട് നമ്പറിൽ നമുക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. റസാഖ നമുക്ക് ഈ ഫാമിനെ പറ്റി ഏകദേശം കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അല്ലേ. ഇതിപ്പോൾ നമുക്ക് സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഫാം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഉപകാരം, നമുക്ക് മെച്ചം ഉറപ്പാണോ? ഇപ്പോൾ ഫാം നടത്താൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടോ? ഒരുപാട് മെച്ചമുള്ള ഒരു മേഖല അല്ലത്. അല്ല അല്ലേ? ഒരുപാട് അതായത് നമ്മൾ ഒരു കച്ചവടം പോലത്തെ ഒരു മേഖല. ഇത് ഒരു എന്റർടൈൻമെന്റ് ആണ്. പിന്നെ അതുമാതിരിയല്ല, പിന്നെ എന്നാ മെച്ചമാണ് അല്ലേ? ഇതിനോട് നമുക്കൊരു ഏറ്റവും കൂടുതൽ വേണം. നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഒരു ഫാം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ഫാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. പണിക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് കെട്ടിയിട്ട പോലെ എന്നാൽ അതിന് അത്രയും ക്വാണ്ടിറ്റി പാലുണ്ടെങ്കിലാണ് മെച്ചപ്പെടും. ചില ദിവസങ്ങൾ ചില മാസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പലതും ഉണ്ട് അല്ലേ? പിന്നെ നമുക്ക് മാനസികപരമായിട്ട് ഭയങ്കര ഇതായിരിക്കും അല്ലേ? സന്തോഷമായിരിക്കും. ഒരേപോലെയുള്ള ഇതാവില്ല. കാരണം എന്താ വെച്ചാൽ ചില പശുക്കൾക്ക് ഒരു മാസം കുറച്ച് കൂടുതൽ മെഡിസിൻ ആവശ്യം വരും. ചില മാസം തീരെ മെഡിസിൻ വേണ്ടി വരില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും കൊണ്ട് വരും. വലിയൊരു ലാഭമുള്ള സംഭവമല്ല അല്ലേ? വലിയൊരു ലാഭം എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളൊരു ടെക്സ്റ്റൈൽസോ വലിയൊരു പിന്നെ ഒക്കെ ഹോസ്പിറ്റൽ പോലും ഇപ്പോൾ ബിസിനസ്സാണ്. അതുപോലൊന്നുമല്ല. പക്ഷെ എന്താണ് നാച്ചുറലാണ് നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ. ആളുകൾക്ക് നമ്മൾ തൈരാവട്ടെ, പാലാവട്ടെ, പനീരാവട്ടെ, നെയ്യാവട്ടെ, ഒറിജിനൽ പശു നെയ്യ് ഉണ്ട്. നമ്മളിട്ട് നെയ്യ്, തൈര്, അരിപ്പായി റംസാനായിട്ട് മാത്രം നിർത്തി വെച്ചതാ. തൈരും ഉണ്ട്, അതേപോലെ നെയ്യും ഉണ്ട്. ഇപ്പോൾ ഈ 3 ഐറ്റംസ് നമ്മളിട്ടുണ്ട്. ആരെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയ്യ് ശുദ്ധമായ അത് നമ്മൾ കൂടുതലായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാവും അല്ലേ? 1 ലിറ്റർ 100 ഇതല്ല, 100 ഗ്രാമോ 500 1 ലിറ്റർ അങ്ങനെ ബോട്ടിലായിട്ട് അല്ലേ? അതേപോലെ തന്നെ തൈര് ശുദ്ധമായ തൈരാണ്. ഇതിന് പണിക്കാർ വേറെ ഉണ്ടോ? പണിക്കാരുണ്ടോ? ഇല്ല, അതൊക്കെ നമ്മൾ പൊതുവെ ഫാമിന് പണിക്കാരുണ്ട്. ഫാമിന് മലയാളികളാ? 3 ആളുണ്ട്. അല്ലല്ല, ജാർഖണ്ഡേര് 3 ആൾക്ക്. ഇതിന് മുമ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നേപ്പാളികളെ അവർ പോയി. പിന്നെ ഇപ്പോൾ ഒരു 3 ജാർഖണ്ഡേരാണ്. റെസ്റ്റിലാണ് പറഞ്ഞു.
അവർ ഇവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഈ ലാൻഡ് തന്നെ ഇതിനുള്ളിൽ തന്നെ ഒരു ഫാമിലി ഉണ്ട്. ഫാമിലി അടക്കം. ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് ഫാമിന് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയണ്ട. വളരെ തുടിച്ച് ഇറങ്ങുക. ഒന്നാമത്തെ ഇതിനെ പറ്റി പഠിച്ചിട്ട് ഇറങ്ങുക, പഠിക്കാതെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങുക. ആദ്യമല്ലേ നമ്മൾ ചാടി ഇറങ്ങാതെ പഠിച്ചിറങ്ങുക, പഠിക്കാതെ ഇറങ്ങരുത്. ഞാൻ തന്നെ ഞങ്ങളിപ്പോ ആലത്തിയിൽ ഒരു ഫാം ഇട്ടിട്ട് അത് പഠിക്കാതെ ഇറങ്ങിപ്പോയതാണ് സ്റ്റാർട്ടിങ്ങിൽ. അത് ചീറ്റിപ്പോയി. അതിനുശേഷം ഞാൻ കുറെ ഇത് പണിക്ക് കയറി, ഈ ഫാമിന്റെ പണിക്കൽ ജോലിക്കായി കയറി. എന്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെ അങ്ങനെ അനുപമ കളക്ടർ ഫാമിലായിരുന്നു ഞാൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വയനാട് പാലാഴി എന്ന് പറഞ്ഞ ഫാമിൽ മാനേജറായിട്ട് ജോലി ചെയ്തത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, അത്രയും ഐഡിയാസ് ഉണ്ട് എങ്ങനെ ഇത് ഇപ്പൊ അല്ലെ എങ്ങനെ ഇത് കൊണ്ടു നടക്കുക, നല്ല ഭംഗിയായിട്ട് എങ്ങനെ കൊണ്ടെടുക്കുക. അല്ലാതെ നമ്മളൊരു പുതിയ സംരംഭകരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഒന്നുകിൽ പഠിച്ചിട്ടിറങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലും പഠിച്ച ആളെ കൂട്ടി തുടങ്ങി അല്ലേ. അല്ലാതെ പെട്ടെന്ന് എടുത്ത് ചാടരുത്. നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ എന്തിലേക്ക് ഇറങ്ങുമ്പോഴും ചാടിയണ്ട് ഇറങ്ങാതെ ആ ഒരു ചെയ്യുന്ന കാര്യത്തിന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അല്ലേ. ഒരു ആടാണെങ്കിലും കോഴിയാണെങ്കിലും ഫാം ഐറ്റംസ് പച്ചക്കറി വരെ ചെയ്ത് ശീലമുള്ള ഒരാളെ കൂട്ടി ചെയ്യണതും സ്വന്തമായിട്ട് നമ്മളൊരു അഭിപ്രായം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരു അനിമലിനൊരു മെഡിസിൻ ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ ഡോക്ടറെ എല്ലതിനെ വിളിക്കാതെ ആദ്യത്തെ ഫസ്റ്റ് ട്രീറ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയണം, സ്വന്തമായിട്ട് നമുക്കറിയണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഡോക്ടറെ വിളിക്കാവും. അപ്പോൾ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അല്ലാതെ നമ്മൾ ഒരു ഗൾഫിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ട്, കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങും, നമുക്ക് ഫാം തുടങ്ങുക, ഒരു 5-6 ഏക്കർ സ്ഥലം ഒരു ലാൻഡ് ഇങ്ങോട്ട് വാടക എടുക്കുക, എന്നിട്ട് അതിൽ ബിൽഡിങ്ങുകൾ കയറ്റുക, എന്നിട്ട് അതിലൊരു ഫാം തുടങ്ങുക. പക്ഷെ അതൊക്കെ കെട്ടിപ്പൊട്ടു ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഐഡിയ അങ്ങനെ ഫാം തുടങ്ങേണ്ട ആളാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 പശുമ തുടങ്ങുക. സ്റ്റാർട്ടിങ് കൂടുതൽ പശുക്കളോ ആടാവട്ടെ പശു ആവട്ടെ കോഴി ആവട്ടെ ചെറുതായിട്ട് നമ്മൾ വലുതിലേക്ക് പണിക്കാരൊന്നും വെക്കാതെ സ്വന്തമായിട്ട് തുടങ്ങുക. സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് നമ്മളിതിനെ പറ്റി പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പഠിച്ച് നമുക്ക് തന്നെ ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പശുവിനെ കൂട്ടുക. ഒരു 5 10 അങ്ങനെ ആക്കി കൊണ്ടുവരും. എനിക്കൊക്കെ 100 പശു ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം കൊണ്ടെടുക്കാൻ പറ്റും. അതിനുള്ള ഐഡിയാസ് വന്നു അല്ലേ. ആദ്യമൊന്നും അത്ര ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് ഫാമിനെ പറ്റിയിട്ട് ഒരു ഏകദേശം രൂപമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് റസാഖൊക്കെ പറഞ്ഞു തന്നെ. എന്തായാലും റസാഖ നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നതിന് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെങ്കിലും ഫാമിനെ പറ്റി നിങ്ങൾക്ക് ഐഡിയാസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റസാഖാൻ്റെ നമ്പർ നമ്മളിതിൽ ഇടുന്നുണ്ട് വീഡിയോസിൽ. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഒരു വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.